ഓപ്പൺ മൈൻഡ് സ്കൂളിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടൊരു ചോദ്യം. വയറിന്റെ സ്കാൻ റിപ്പോർട്ടിൽ നിങ്ങളുടേതോ നിങ്ങളുടെ വീട്ടുകാരുടെയോ ഫ്രണ്ട്സിന്റെയോ റിപ്പോർട്ടിൽ ഡോക്ടർ ലിവറിൽ അല്പം കൊഴുപ്പുണ്ട്, കാര്യമായ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ ലിവറിലെ കൊഴുപ്പടിയുക അഥവാ ഫാറ്റി ലിവർ? ആദ്യമായി നമുക്ക് ലിവർ അഥവാ കരൾ എന്താണെന്ന് നോക്കാം. ശരീരത്തിന്റെ വലതുവശത്ത് വയറിനുള്ളിലുള്ള ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് ലിവർ. ഇത് ശരീരത്തിന്റെ രാസ ഫാക്ടറിയാണ്. നമ്മൾ കഴിക്കുന്ന ഊർജദായകമായ വസ്തുക്കൾ, അതിൻ്റെ ഉപയോഗം, രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുക, ടോക്സിൻസ് ഡീടോക്സിഫൈ ചെയ്യുക, പിത്തരസം ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ 100 കണക്കിന് ജോലികളാണ് ദിവസവും കരൾ ചെയ്യുന്നത്. അതിനാലാണ് ഇതിനെ ഒരു രാസ ഫാക്ടറി എന്ന് പറയുന്നത്. ഇതിൽ ഏതാണ്ട് 5% കൊഴുപ്പുണ്ടാകാം. അതിൽ കൂടുതലാകുന്നതിനെയാണ് നമ്മൾ കരളിൽ കൊഴുപ്പടിയുക അഥവാ ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഫാറ്റ് കരളിൽ അടിഞ്ഞാലത്തെ പ്രശ്നം? നമുക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് വെള്ളം വരുന്ന കുഴലുകളിൽ കുറേശ്ശെ തുരുമ്പോ മറ്റഴുക്കുകളോ ഉണ്ടെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിന് വലിയ പ്രശ്നമില്ല. ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴൽ ബ്ലോക്ക് ആവും. എന്ന് പറഞ്ഞതുപോലെ ലിവറിൽ അമിതമായി കൊഴുപ്പടിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 100 കണക്കിന് ചെയ്യുന്ന ജോലികൾ ശരിയായ രീതിയിൽ അല്ലാതെ വരും. അപ്പോഴാണ് ലിവറിന്റെ പ്രവർത്തനത്തിൽ വൈകല്യങ്ങൾ വരുന്നത്. ആയതിനാൽ ഫാറ്റി ലിവർ ഡിസീസ് ഒരു നിശബ്ദ രോഗമാണ്. വർഷങ്ങളോളം കൊഴുപ്പുകൾ അടിഞ്ഞു കിടന്നു അതിനുശേഷം മാത്രമേ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകൂ. അതായത് ഫാറ്റി ലിവർ ഡിസീസിൽ പനിയില്ല, മഞ്ഞപ്പിത്തമില്ല, വേദനയില്ല, മറ്റു ലക്ഷണങ്ങളൊന്നും തന്നെ കാണില്ല. ഇത് ശരീരം നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. അതായത് ആരോഗ്യകരമായ ജീവിത രീതിയിലൂടെ കരളിനെ സംരക്ഷിക്കണമെന്ന്. ഇനി ആർക്കാണ് ഫാറ്റി ലിവർ ഡിസീസ് വരിക? ഇത് ഏറ്റവും കൂടുതലായി കാണുന്നത് അമിതമായി വണ്ണമുള്ളവർ, പ്രമേഹ രോഗമുള്ളവർ, അമിതമായ ജങ്ക് ഫുഡ് കഴിക്കുന്നവർ, വ്യായാമമില്ലാത്തവർ, ഇവരിലാണ് ഇത് സാധാരണ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട്, മെലിഞ്ഞിരിക്കുന്നവർക്ക് ഫാറ്റി ലിവർ ഡിസീസ് വരുമോ? തീർച്ചയായും വരാം. മെലിഞ്ഞവർക്ക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകില്ല എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. ഈ ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും ആകസ്മികമായിട്ടാണ് കണ്ടെത്തുക. മറ്റു കാരണങ്ങളാൽ വയറ് സ്കാൻ ചെയ്യുമ്പോഴാണ് ഈ ഫാറ്റി ലിവർ കണ്ടെത്തുക. ഇത് ഒരു രോഗമായി എടുക്കാതെ ശരീരം നൽകുന്ന ഒരു വാർണിംഗ് ആയിട്ട് എടുക്കുക. ശരിയായ ഭക്ഷണക്രമത്തിലൂടെ, വ്യായാമത്തിലൂടെ ഫാറ്റി ലിവർ ഡിസീസിനെ ആദ്യഘട്ടത്തിൽ ആണെങ്കിൽ നേരെയാക്കാൻ സാധിക്കും. അടുത്ത എപ്പിസോഡിൽ എങ്ങനെ ഫാറ്റി ലിവർ ഡിസീസിനെ തടയാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.